എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മെമ്പർമാർക്കും ശ്രോതാക്കൾക്കും ഒരു നല്ല ശുഭദിനവും ക്ഷേമൈശ്വര്യവും സമാധാനവും അതോടൊപ്പം നല്ലൊരു ഹോളിഡേയും ആശംസിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഒരു സന്ദേശം അയക്കുവാൻ കാരണം ഇന്നലെ രാത്രി ബഹ്റൈനിൽ നിന്ന് മുഹമ്മദ് ബഷീർ ഒരു സന്ദേശം അയച്ചത് കേട്ടപ്പോഴാണ്. ആ സന്ദേശത്തിൽ ആദ്യ ഭാഗത്ത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിന് പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹം സംസാരിച്ചെങ്കിലും അവസാന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ തിക്താനുഭവങ്ങൾ വളരെ വിശദീകരിച്ചതായിട്ട് എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞത് ICICI, HSBC, പൊതുമേഖലാ സ്ഥാപനമായ LIC ഈ മൂന്നെണ്ണത്തിൽ 10 വർഷം മുമ്പ് ഓരോ വർഷവും ഒരു സംഖ്യ വെച്ച് 3 വർഷം നിക്ഷേപിക്കുകയും 3 വർഷം കഴിഞ്ഞ് അത് തിരിച്ചെടുത്തപ്പോൾ വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തു എന്നാണ്. അദ്ദേഹം 3 വർഷം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായി അദ്ദേഹം ചെയ്തത് മ്യൂച്വൽ ഫണ്ടല്ല എന്ന്. ജനറലായിട്ട് എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയുകയാണ്, നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് വ്യക്തമായിട്ട് നമുക്കറിഞ്ഞിരിക്കണം. മ്യൂച്വൽ ഫണ്ട് എന്നൊരു അപേക്ഷാ ഫോറം ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ULIP അതാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേരും മുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. അദ്ദേഹം 3 പേരുകളെ പറഞ്ഞുള്ളൂ. അതിൽ എന്ത് സ്കീമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ULIP ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളെ ചെയ്യാനാണ് നാട്ടിലെല്ലാം നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ, വെക്കേഷന് പോയി കഴിഞ്ഞാൽ ഏജൻറ്റുമാർ ശക്തിയായിട്ട് പ്രേരിപ്പിക്കുക. 1964 മുതൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ടെങ്കിലും അതിന് ശക്തിയായിട്ടുള്ളൊരു പ്രേരണ ആരും ചെയ്യാറില്ല. കാരണം അതിൽ നിന്ന് വളരെ തുച്ഛമായ 1% മുൻകാലങ്ങളിൽ 2% കിട്ടിയിരുന്നു. ഇപ്പോൾ 1% കമ്മീഷൻ കിട്ടുക. അതേ സമയത്ത് ഏതാനും വർഷം മുമ്പൊക്കെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ ചേരുമ്പോൾ ചേർത്തിയ ഏജൻറ്റുമാർക്ക് 30% കൂടുതൽ കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശക്തിയായിട്ട് പ്രേരണ ഉണ്ടായിരുന്നു. അദ്ദേഹം ചേർന്നത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിലാണ്. അതിൽ മിനിമം 3 വർഷം അടച്ചിരിക്കണം എന്ന വ്യവസ്ഥിതിയുണ്ട്. സാധാരണ 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ 25 വർഷത്തേക്കൊക്കെ ആയിരിക്കും ഈ സ്കീം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നിക്ഷേപം നടത്തുന്നു, അതിനോടൊപ്പം തന്നെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നു. ഒരു വ്യക്തി ഒരു സ്കീമിൽ സാധാരണ ഉള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടാവാം. ചേർന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ എത്രയാണോ അടക്കുന്നത് അതിൻ്റെ 10 ഇരട്ടിയോ അതിൽ കൂടുതലോ ഇൻഷുറൻസ് കവർ കിട്ടും. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഫസ്റ്റ് ഇയർ അടക്കുന്നുണ്ടെങ്കിൽ ഈ ചേരുന്ന ആളുകൾക്ക് 10 ലക്ഷത്തിൻ്റെ എങ്കിലും ഇൻഷുറൻസ് കവറേജ് കിട്ടിയേക്കും. അങ്ങനെയുള്ള സ്കീമിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ 3 വർഷം നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സംഖ്യ കമ്മീഷനായിട്ട് അതിൽ നിന്ന് പോകുന്നു. ഇൻഷുറൻസ് ആരും തന്നെ നമുക്ക് വെറുതെ തരില്ല, അതിനൊരു ചെലവ് വരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞാൽ 3 വർഷത്തിലുണ്ടാവുന്ന കമ്മീഷൻ കഴിഞ്ഞ് പിന്നീടുള്ള കാലത്ത് നമ്മൾ കൊടുത്ത പണം അവിടെ കിടക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് നിക്ഷേപത്തിനുണ്ടാകുന്ന സാധ്യത ഉണ്ട് എപ്പോഴും. ഇതിൽ അദ്ദേഹം അടച്ച് 10 വർഷം മുമ്പ് അടച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചെടുക്കുന്നതെങ്കിൽ അദ്ദേഹം അടച്ച സംഖ്യയുടെ ഏറ്റവും ചുരുങ്ങിയത് 4 ഇരട്ടിയെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷെ ഒരബദ്ധം ചെയ്തു പോയി. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ആരെങ്കിലും ഈ പ്രോഗ്രാം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഏജൻറ്റ് മിനിമം 3 വർഷം അടക്കണമെന്നോ 5 വർഷം അടക്കണമെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കണമെന്നല്ല, അത് ചെയ്യരുത്. അത് എത്ര വർഷത്തേക്കാണോ എന്ന് പരിശോധിച്ച് നോക്കി ആ കാലം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചെടുക്കാൻ പാടുള്ളൂ. പലപ്പോഴും നാട്ടിലുള്ള ഏജൻറ്റുമാർ ഗ്രീഡിയായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ചെയ്ത ആളുകളോട് 3 വർഷം കഴിഞ്ഞാൽ പറയും, സാറേ ഇതിന് ചെറിയൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുത്ത് ഇതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന ഏതെങ്കിലും ഒന്നിലേക്ക് മാറ്റിയിടാം എന്ന് പറയും. അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനാണ് അത് ചെയ്യിക്കുന്നത്. കാരണം 3 വർഷത്തിന് ശേഷം കടന്നു കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടുന്നില്ല. 3 വർഷത്തിന് ശേഷം നിക്ഷേപകൻ തിരിച്ചെടുക്കുകയും വീണ്ടും പുതിയ ഒന്നിൽ നിക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഏജൻറ്റിന് വീണ്ടും കമ്മീഷൻ കിട്ടുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഷംസുദ്ദീൻ ഈ പറയുന്ന കൂട്ടത്തിൽ മ്യൂച്വൽ ഫണ്ടിന് അത്രമാത്രം ഉറപ്പ് തരുന്നു എന്ന നിലയ്ക്ക് അദ്ദേഹം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര കിട്ടുമെന്ന് ഗ്യാരൻറ്റീഡായിട്ട് ഞാൻ പറയില്ല. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ മുമ്പിൽ ഏകദേശം 30ഓളം മ്യൂച്വൽ ഫണ്ടുകളുടെ കഴിഞ്ഞ കാലത്തെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള റിട്ടേൺ മുമ്പിലിരിക്കുകയാണ്. 20 വർഷം ചെയ്ത ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ റിട്ടേൺ കിട്ടിയിട്ടുള്ളത്, ഇയർലി റിട്ടേൺ കണക്ക് കൂട്ടുമ്പോൾ 19.37, ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് 25.59. അത് കിട്ടിയ ഫ്രാങ്ക്ലിൻ ഇന്ത്യ പ്രൈമ ഫണ്ടിൽ ഏറ്റവും കൂടുതലും, ബിർള സൺ ലൈഫ് അഡ്വാൻറ്റേജ് ഫണ്ടിൽ 19.37. ഇത് ഏതാനും എടുത്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്ത് നോക്കിയതാണ്. അതേസമയത്ത് 10 വർഷത്തേക്ക് നോക്കുമ്പോൾ സ്വല്പം വ്യത്യാസം കാണും. 1 വർഷത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴും കുറേ കൂടുതൽ കാണും. അങ്ങനെയുള്ള കണക്കുകളെല്ലാം ആർക്ക് വേണമെങ്കിലും നെറ്റിൽ പോയാൽ പരിശോധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും എല്ലാ മാസവും ഒരു നിശ്ചയ സംഖ്യയായിട്ട് നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാവുന്ന നേട്ടം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ മുമ്പ് പറഞ്ഞു, അത് വീണ്ടും ആവർത്തിക്കണം. നമ്മൾ SIP ആയിട്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എല്ലാ മാസവും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു നേട്ടം, നമ്മൾ മാർക്കറ്റിൻ്റെ എല്ലാ ദിശയിലും നിക്ഷേപിക്കുകയാണ്. കുറഞ്ഞ സമയത്ത് നിക്ഷേപിക്കുന്നു, അപ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടുന്നു. അങ്ങനെ കൂടുതൽ കിട്ടുമ്പോൾ ദീർഘകാലത്ത് വരുമ്പോൾ നമ്മളുടെ ആവറേജ് നിക്ഷേപിച്ച വാല്യൂ വളരെ കുറവായിരിക്കുന്നു. അതാണ് അതിലുള്ള ഏറ്റവും മാർക്കറ്റിലുണ്ടാവുന്ന റിസ്ക്. അങ്ങനെ നമ്മൾ കവർ ചെയ്യണം. അതുകൊണ്ടാണ് ഏറ്റവും റിസ്ക് കുറഞ്ഞ നിക്ഷേപം ഏതാണെന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളോട് സ്ഥിരമായി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളിത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ നിക്ഷേപത്തിൽ കാണുന്ന സംഖ്യ നിങ്ങളുടെ കയ്യിലുണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്ന ഒരാൾ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടില്ല. അതങ്ങ് ചിലവായി പോവും. ഇന്നലെ ഒരു സുഹൃത്ത്, ഒരു മൗലവിയാണ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം എന്നുമായിട്ട് സംസാരിച്ചപ്പോഴാണ്, അദ്ദേഹം ഒരു 42 ലക്ഷം ഉറുപ്പിക ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. അതും ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ മാത്രം. പക്ഷേ അത് ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഖ്യ ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിത്തീർന്നത്. കാരണം ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ പണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പലതരത്തിലും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയില്ല, ഇങ്ങനെയുള്ള ആദായം കിട്ടാത്ത മേഖലയിലേക്ക് പോകുമായിരുന്നു. പല ആളുകളുടെയും കാര്യത്തിൽ നഷ്ടപ്പെട്ട് തന്നെ ചെലവ് ചെയ്തു പോകുമായിരുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം,
പലിശാധിഷ്ഠിത മേഖലയിൽ മാത്രമേ ഗ്യാരണ്ടി പറയുള്ളൂ. ഞാൻ പലിശാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളല്ല ഈ പ്രോഗ്രാമിൽ ഇതുവരെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് നിങ്ങൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിക്കറിങ് ഡെപ്പോസിറ്റ് എല്ലാ മാസവും ഒരു സംഖ്യയായിട്ട് അടച്ചിരിക്കുകയാണെങ്കിൽ, ബാങ്കുകാർ പറയും നിങ്ങളോട്, നിങ്ങൾ ഇത്ര കാലം കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് കിട്ടും എന്ന് ഉറപ്പായിട്ട് പറയും. അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കരുത്. ഒരാളും അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ മുമ്പിലുള്ളത്, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ വെച്ചുകൊണ്ട് ഇനിയുള്ള കാലത്തും ഉണ്ടാവാം എന്ന് പ്രതീക്ഷയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റുവാൻ വേണ്ടിയാണ് ഇന്ന് കാലത്ത് തന്നെ മറ്റുള്ളവർ അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിന് ഉത്തരം ലഭിക്കണം എന്നുള്ള നിലയ്ക്ക് ഈ സന്ദേശം അയക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീണ്ടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതുപോലെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.